ഡിസ്ക്ലൈമർ. ഈ വീഡിയോ കുറേ നാൾക്ക് മുമ്പ് എടുത്തതാണ്. ഇത് ഇതുവരെയും പോസ്റ്റ് ചെയ്യാത്തത് തികച്ചും എൻ്റെ മടി കൊണ്ടാണ്. ഈ വീഡിയോയിൽ കാണുന്ന സംഭവവും കാര്യങ്ങളും കുറച്ച് മുമ്പേ നടന്നതാണ്. ഗൈസ്, ഇതൊരു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. പക്ഷേ ഈ വീഡിയോയ്ക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ഇൻട്രോ ഞാൻ ഏറ്റവും അവസാനമാണ് എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടോളൂ. എഴുന്നേറ്റ് ശ്രേയ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. സമയം ഒരു ബിഗ് ബോസിൽ പറയുന്നല്ലോ, സമയം എത്ര കാണുന്നില്ലടാ, സമയം എത്ര ആൾക്കൊക്കെ എന്തായാലും ഒരു 10 മണിയായി കാണും അല്ലേ, 11 മണിയായിരുന്നു. തീരൂ കൊച്ചർക്ക ഗാഥ കാണാൻ വന്നിരിക്കുന്നു. ഹലോ ഗൈസ്, ഇതാണ് നമ്മളെ ഗാഥ. ശ്രേയ വീട്ടിൽ വന്നെന്ന് പറഞ്ഞപ്പോൾ കാണാൻ വന്നിരിക്കുകയാണ്. ഗാഥ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ ബാല്യകാല സഖിയാണ്. അതുമല്ല എന്നെ കുഞ്ഞിലെ പോലെ ഞാൻ ഡീസൻ്റ് ആയിരുന്ന ഒരു കൊച്ചിനെ പിഴപ്പിച്ചത് ഗാഥയാണ്. ഞാനാണ് യൂട്യൂബിലോട്ട് വരാനുള്ള, അതെ, എന്നെ യൂട്യൂബിലോട്ട് വരാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. കാരണം കുഞ്ഞിലോട്ട് ഓരോ ആപ്പിലും മാക്സിമം പരിശ്രമിച്ച് ശ്രേയ വന്നിട്ട് എവിടെയും കൊണ്ടുപോയില്ലെന്ന് ശ്രേയക്കൊരു പരാതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രേയ കുളിക്കാൻ പോയിക്കാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ പോകുകയാണ്. അപ്പോഴാണ് പോകുന്നത്. ഇപ്പം നമ്മൾ കുളിച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് പോകുന്നു. നമ്മളെവിടെ പോവാ? സോണിയുടെ വീട്ടിലെന്നൊക്കെ പറയുന്നത്. അവൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ വീട്ടിലാരും ഇല്ലെങ്കിലും സോണി അറിയും കടക്ക് പുറത്ത്. നമ്മളിന്ന് സോണിയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. പക്ഷേ ലേറ്റായി, ഇപ്പം തന്നെ 2:30 ആയി. ആർക്കറിയാം. ഓട്ടോ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോകുന്നത്. പറ്റുവാണെങ്കിൽ ചങ്ങനാശ്ശേരി വരെ ഇങ്ങനെ നടന്നു. അല്ലേ ശ്രേയ? അയ്യോ, ഞങ്ങളൊരു 12 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് ഉദ്ദേശിച്ചു. ഔട്ട്ഫിറ്റിന് കുട മാച്ച് ആവാത്തോണ്ട് കുട എടുത്തില്ല. അതെ, എങ്ങനെയാണ് ഞങ്ങളെന്താ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ടാണ്. എങ്ങനെയാണ് ഈ ഡ്രസ്സിന്റെ കൂടെ കുടയൊക്കെ എടുക്കുന്നത്? അതിന് ആ കുട പിടിക്കേണ്ട വരും. പിന്നെ കുട കറുത്ത കളറല്ലെങ്കിൽ അതും പ്രശ്നമാവും. അതുകൊണ്ട് ഞങ്ങള് കുട എടുത്തില്ല. സോണി ഞങ്ങളെ വീട്ടിൽ കയറ്റുമെന്ന് അറിയത്തില്ല. അയ്യോ, ശ്രേയ ആണെങ്കിൽ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. മുടി കണ്ടോ? അല്ലെങ്കിലും പരിമലയുടെ കാറ്റടിക്കുമ്പോൾ എല്ലാവരും സുന്ദരികളാവും. ശ്രേയോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ശ്രേയ? പരിമലയൊക്കെ ഇഷ്ടപ്പെട്ടോ? പരിമലയിൽ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പാനിപ്പൂരി. അത് ഇന്നലെ വന്നിട്ട് ആപ്പാട് അവിടെ പാനിപ്പൂരിയെ കഴിച്ചുള്ളൂ, വേറെ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് നമുക്ക് പരിമലയിൽ പാനിപ്പൂരിയാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കേ, ബൈ. ഞാൻ ഗിഫ്റ്റ് കൊടുത്ത് ഇതൊക്കെ കുത്തിക്കൊണ്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അതെ, നടക്കാൻ കൊടുക്കും. അയ്യോ, അതുകൊണ്ട് അങ്ങേ അറ്റം വരെ നടക്കണം ഗൈസ്. ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ 800 മീറ്ററേ ഉള്ളൂ. അതിനായി പരാതി പറയുന്നത്. അതെ, ഞാനൊക്കെ എല്ലാ ദിവസവും ഇതൊക്കെ നടന്ന് താണ്ടിയാണ് വരുന്നത്. ഗാഥ പല്ലി കമ്പി മുറുക്കാൻ വന്നതാണ്. When iPhone 16 meets iPhone 16 Pro Max. ഗാഥ പല്ല് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ശ്രേയയുടെ ഫോൺ കണ്ട് ഗാഥ ഇംപ്രസ്ഡ് ആയി. അതെ, ഇപ്പൊ ഗാഥ പറയുന്ന ഗാഥയുടെ 16 ഒക്കെ എടുത്ത് വെള്ളത്തിലുള്ളതാണ്. സോണിയെ കാണാനുള്ള ആഗ്രഹമായി ഞങ്ങൾ ചെന്നെത്തിയത് തിരുവല്ല ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ ഒന്നും ബസ്സേ ഇല്ല. ഞങ്ങൾ അങ്ങോട്ട് കയറി ഇറങ്ങി നടക്കുകയാണ്. ഞാനത് സമയം 3:30. ഒന്നും കഴിച്ചില്ല. കഴിച്ചിട്ട് ഞങ്ങള് പായിപ്പാട് ബസ്സിൽ കയറി. സോണി നമ്മളെ ചവിട്ടി പുറത്താക്കുമോ അതോ അകത്ത് കയറ്റുമോ അതോ തെറി വിളിക്കുമോ?
നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടാണ് പോകണം. ബസ്സിൽ നമ്മൾ പാർക്കുകയാണ്. എത്തിയുള്ള വീട് അതെ 100 മീറ്റർ എത്തി ഇറങ്ങും. ഇവിടെ കണ്ടാണ് അവിടെ 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 ഇതാണ് SH സ്കൂള്. സ്കൂളിന് തൊട്ടപ്പുറത്താണ് സോണിയുടെ വീട്. ഓക്കെ, എങ്ങനെയായിരിക്കും പ്രതികരണം എന്തോ. സോണിയ മിക്കാറും കടക്ക് പുറത്ത് അത് തന്നെയായിരിക്കും തോന്നുന്നത്. ഇൻ കേസ് അവള് പട്ടിയാക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഹായ് സാഗർ, വാട്ട് ഈസ് സഡൻ സർപ്രൈസ്? ചെവിയും കട്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാത് ജില്ല പേടിക്കുന്ന ഗൈസ്, ഞങ്ങൾ സോണി വീട്ടിലേക്ക് ടിപ്സ് ഞെട്ടത് വീഡിയോ എടുക്കാൻ ഞങ്ങൾ പോയി. ഗായ്സ് നമ്മൾ അങ്ങനെ ഫൈനലി സോണിയെ എടുത്തോണ്ട് പോവാണ്. എടുത്തോണ്ടല്ലോ, സോണി നടന്നാണ് വരുന്നത്. സോണി തലയിൽ എണ്ണയൊക്കെ തേച്ച് കുട്ടപ്പി ആയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം വ്ളോഗ് വരുന്നതാണ്. ഞങ്ങളെ തെറി വിളിച്ചതേ ഉള്ളൂ. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ദിവ്യന്റെ വീട്ടിലേക്ക്. അത് ഈ നമ്മൾ വീട്ടിലെപ്പോ കയറാൻ നമുക്ക് പോലും അറിയില്ല. അതെ, സോണി മുടി വെട്ടി ഗൈസ്. നമ്മൾ ഡിവിന്റെ അങ്ങനൊന്നും പറഞ്ഞ് എത്തിയില്ലെങ്കിലോ എത്തിക്കഴിഞ്ഞാൽ ഡിവിന്റെ വീടാണ് ഞാൻ ഉറപ്പിക്കത്തുള്ളൂ. It was at this moment that he knew. He fucked up. കിട്ടും. നമുക്ക് വഴി തെറ്റി. അതിലും നമ്മൾ തളർന്നില്ല. അതുകൊണ്ട് നമ്മൾ ദിവ്യന്റെ അനിയത്തെ വിളിച്ചിട്ട് വഴി ചോദിച്ചു. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. അയ്യോ അയ്യോ നിന്റെ മുടിയുടെ കളർ നോക്കൂ. ഹലോ ഗൈസ്, ഇത് ഡിവിനെയാണ്, ഡിവിന്റെ സിസ്റ്റർ ആണ്. ഹൈ, ഡിവിൻ ഇവിടെ പ്രോ റൈഡറായി. അതെ, ചിന്നു എന്ന് മാത്രമാണ് കുഴപ്പമില്ല, ചിന്നു മണി എന്നൊക്കെ. ഇത് മാലിദിലെ അറബിക് അൽഫാമാണ്. കഴിക്കാത്തവർ കഴിച്ചാണ്. എത്ര നടക്കുന്ന കഷ്ടമുണ്ട്. ഇത് പരുത്തോ ഇനി ഇവിടെ കാണിക്കുന്നത്. ചേച്ചിനെ കൊണ്ട് വണ്ടി എടുപ്പിച്ച് നേരത്തെ മേലോട്ട് പോവാം. നമ്മളിങ്ങനെ മറ്റേ ആ ട്രാഫിക്കിനെ മണ്ടയ്ക്കുന്നൊക്കെ പറന്നൊക്കെ പോകുന്നത്. ഒന്ന് പിടിക്കാവോ? നേരെ പറന്ന് ഹെവനിലോട്ട്. അതെ, ആർക്കൊക്കെയാ സ്വർഗം കാണണമെന്ന് ആഗ്രഹമുള്ളത്? മെമ്മറി തീരുന്നു. ഫോണിന്റെ മെമ്മറി ഇപ്പൊ ഇന്ന് എല്ലാരും കിടന്ന് ഉറങ്ങൂന്ന് പറഞ്ഞത്രേ. എന്തെങ്കിലും 2 വാക്ക് പാരസോണിയ തലവേദനയായിട്ട് എന്താണ്? ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ, അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു.
എനിക്ക് പറയാനുള്ളത് നമ്മളെ പരിചയപ്പെട്ടതിനെ പറ്റി? പറഞ്ഞപ്പെട്ടപ്പം വേവ് ലെങ്ത് ഒക്കെ ഓക്കെയാണ്, തലയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വൈബ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ഒന്ന് ഉറങ്ങണം, ബിഗ് ബോസ് കണ്ടിട്ട് കിടന്ന് ഉറങ്ങണം. അതാണ് മെയിൻ. ഇന്ന് ലാലേട്ടൻ വരും, അപ്പോൾ ബിഗ് ബോസ് കാണണം, എന്നിട്ട് കിടന്നൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ബൈ, അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.